പ്രിയമുള്ളവരെ, ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി സമ്മേളന ഹാളിലേക്ക് വരികയാണ്. എല്ലാവരും എണീറ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്റ്റേജിൽ വന്ന് കയറുന്നതുവരെ ടോർച്ച് മിന്നിച്ച് പ്രകാശം പരത്തി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി നമ്മുടെ സമ്മേളന ഹാളിനകത്തേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് പ്രകാശം പരത്തി അദ്ദേഹത്തെ സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം ഇതാ സമ്മേളന ഹാളിനകത്തേക്ക് കടന്നു വരികയാണ്. എല്ലാവരും സ്നേഹ പ്രകടനത്തോടുകൂടി എണീറ്റ് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. എല്ലാവരും കയ്യിലിരിക്കുന്നതായിട്ടുള്ള സ്മാർട്ട് ഫോണിൽ ടോർച്ച് മിന്നിക്കുകയാണ്. പ്രകാശം അദ്ദേഹം എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ സമ്മേളന വേദിയിലേക്ക് സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. സമ്മേളന വേദിയിൽ വരുന്ന ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രിയെ സഹർഷം നമുക്കെല്ലാവർക്കും ചേർന്ന് സ്വാഗതം ചെയ്യാം. നവകേരള ശില്പിയെ, നവകേരളത്തിൻ്റെ ക്യാപ്റ്റനെ, കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികാസത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, ഇച്ഛാശക്തിയോടുകൂടി രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി മതനിരപേക്ഷ കേരളത്തെയും വികസിത കേരളത്തെയും സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾക്ക് സമുജ്ജല നേതൃത്വം കൊടുക്കുന്ന ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രിയെ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് നമുക്ക് സ്വീകരിക്കാം. പുത്തൻ കേരളത്തിൻ്റെ പ്രതീക്ഷയായിട്ടുള്ള, കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രിയെ നമുക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സ്വീകരിക്കാം. എല്ലാവരും പ്രകാശം പ്രദർശിപ്പിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി 10ാം വർഷത്തിലേക്ക്, 1ഉം 2ഉം പിണറായി ഗവൺമെൻറ്റുകൾ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, ഒരു വൈജ്ഞാനിക സമൂഹമായി ആധുനിക കേരളത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഏറെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള, ആവേശകരമായിട്ടുള്ള കാഴ്ചയാണ് പ്രിയമുള്ളവരെ നമ്മൾ കാണുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇതാ വേദിയിലേക്ക് കടന്നു വരികയാണ്. വേദിയിലേക്ക് കടന്നു വരുന്നു. ആയിരങ്ങളുടെ അഭിവാദ്യങ്ങൾ, ആയിരങ്ങളുടെ സ്നേഹാഭിവാദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഏറെ ബഹുമാന്യനും പ്രിയങ്കരനുമായിട്ടുള്ള മുഖ്യമന്ത്രി ഇതാ വേദിയിലേക്ക് കടന്നു വരികയാണ്. നമസ്കാരം. സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി
ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് IAS-നെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ, ബഹുമാനരായ മറ്റ് മന്ത്രിമാർ, MP-മാർ, നിയമസഭാംഗങ്ങൾ, മേയർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർമാർ, പ്രിയമുള്ളവരെ, ഏപ്രിൽ 21 കാസർഗോഡ് തുടക്കം കുറിച്ച് സർക്കാരിൻ്റെ വാർഷിക ആഘോഷത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് സമാപനം കുറിക്കുകയാണ്. നവകേരളം എന്ന മഹത്തായ ലക്ഷ്യവുമായി 2021 രണ്ടാം തുടർ ഭരണം ഏറ്റെടുത്ത് പിണറായി സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് എന്നതാണ് ഈ വാർഷിക ആഘോഷത്തിൻ്റെ ഉദ്ദേശം. ഈ ലക്ഷ്യം വിജയിച്ച എന്നതിൻ്റെ സാക്ഷ്യമാണ് പരിപാടികളിലെ മികച്ച ജനപങ്കാളിത്തം. മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്ത് മേഖല, ജില്ലാതല അവലോകന യോഗങ്ങളിൽ ആശയങ്ങളും വികസന ചിന്തകളും നിർദ്ദേശങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച് എൻ്റെ കേരളം പ്രദർശനമേള 9 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ നേട്ടങ്ങളുടെ നേർക്കാഴ്ചയായി മാറി. 1ാം റാങ്ക് നേടുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഉയർത്തിപ്പിടിക്കാറില്ലേ? അതുപോലെ കേരളം 1ാം സ്ഥാനത്താണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പ്രോഗ്രസ് കാർഡ് ജനങ്ങളുടെ മുന്നിൽ ഉയർത്തുമ്പോൾ അത് ഭരണ സംവിധാനത്തിൻ്റെ വിജയം എന്നതിനേക്കാൾ ജനങ്ങളുടെ വിജയം എന്നാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ 1ാം സ്ഥാനത്തെത്തിയത് നമ്മൾ ജനങ്ങളാണ്. ദീർഘവീക്ഷണത്തോടെ പ്ലാനിംഗ്, പദ്ധതി ചെലവുകളുടെ പ്രയോറിറ്റൈസേഷൻ, വ്യവസായ സൗഹൃദ അന്തരീക്ഷം, ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യം, ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ മികവിൻ്റെ കേന്ദ്രങ്ങൾ, വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരണം, വയനാട് പുനരധിവാസ പ്രവർത്തനം, മാലിന്യ സംസ്കരണം എന്നിങ്ങനെ നവകേരളം ലക്ഷ്യം വെച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ വാർഷിക ആഘോഷങ്ങൾ പുതിയ ഊർജം നൽകിയിട്ടുണ്ട്. സർക്കാരും ജനങ്ങളും ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തിനായി നീങ്ങുമ്പോൾ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാനും ഇന്ന് വയനാട് അതിജീവനവും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ സ്വപ്ന സാക്ഷാത്കാരവും തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 1 മാസമായി നടന്നു വരുന്ന 4ാം വാർഷിക ആഘോഷ ചടങ്ങുകൾക്ക് സമാപനം കുറിക്കുന്ന ഈ വേദിയിൽ സ്വാഗതം പറയുകയാണ് എൻ്റെ കർത്തവ്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സമാപന സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സർക്കാരിൻ്റെ കഴിഞ്ഞ 4 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടും അദ്ദേഹം ഇന്നിവിടെ പ്രകാശനം ചെയ്യും. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ ആണ് ഇന്ന് ചടങ്ങിൻ്റെ അധ്യക്ഷൻ. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരായ മറ്റ് മന്ത്രിമാർ, MP-മാർ, നിയമസഭാ അംഗങ്ങൾ, മേയർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, വിവിധ രംഗങ്ങളിലെ വിശിഷ്ട വ്യക്തികൾ, കൂടാതെ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ അഭിമാന ചരിത്ര മുഹൂർത്തത്തിലേക്ക് ഏറെ അഭിമാനത്തോടെയും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഈ വാർഷികാഘോഷ ചടങ്ങിൽ ആധ്യക്ഷം വഹിക്കുന്നത് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ സാദരം ക്ഷണിക്കും. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി
കഴിഞ്ഞ 21-ാം തീയതി കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവിൽ നിന്ന് ആരംഭിച്ച് ഒരു മാസക്കാലമായി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ എല്ലാ വിഭാഗം ജനങ്ങളുമായി നടത്തിയ ആശയവിനിമയത്തിലൂടെ കേരളത്തിലെ 7 മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ വിഭാഗങ്ങളിലുള്ള ജനങ്ങളുമായി നടത്തിയ ആശയവിനിമയത്തിലൂടെ നവകേരളത്തിന് വേണ്ടി 9 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തിയ നയപരിപാടികൾ വിശദീകരിച്ചും പുതിയ മുന്നേറ്റത്തിന് ജനകീയമായ പിന്തുണ തേടിയും അവരുടെ കൂടി അഭിപ്രായങ്ങൾ സ്വരൂപിച്ചും നടത്തിയ ഒരു യാത്രയുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് 10ാം വർഷത്തിലേക്ക് കാലെടുത്തു കുത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളും ജനപക്ഷം നിന്നുകൊണ്ട് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ സമാപന സമ്മേളനമാണ് ഈ വേദിയിൽ ഇവിടെ ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, കേരളത്തിൻ്റെ മന്ത്രിസഭയിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, MP-മാർ, MLA-മാർ, ജനപ്രതിനിധികൾ അടക്കമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളം അഭിമാനകരവും അത്ഭുതകരവുമായിട്ടുള്ള ഒരു പുതിയ ചരിത്രത്തിലേക്ക് കാലെടുത്തു കുത്തുകയാണ്. കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 10ാം വർഷത്തിലേക്ക് കടക്കുന്നു എന്നതല്ല, ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ ഒരു ജനകീയ ബദൽ അവതരിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ സംരക്ഷണത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ഒരു സർക്കാർ ലോകത്ത് ഇതുവരെ കാണാത്ത വിധത്തിലുള്ള നേട്ടങ്ങളുടെ തേരിലേറി 10ാം വർഷത്തിലേക്ക് ഒരു ജനതയെ ആകെ കൊണ്ടുപോകുന്നു എന്ന അഭിമാനകരമായിട്ടുള്ള അനുഭവത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഈ വേദിയിൽ സ്വാഗതം ആശംസിച്ച ചീഫ് സെക്രട്ടറി നിങ്ങളോട് സൂചിപ്പിച്ചു, ഈ ചടങ്ങിൽ മറ്റൊരു മഹനീയമായ പ്രഖ്യാപനം കൂടി, ചടങ്ങുകൂടി ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. അത് ഈ ഒരു വർഷക്കാലം കേരളത്തിലെ ഗവൺമെൻറ് ജനപക്ഷം നിന്ന് നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ്റിലെ മുഖ്യമന്ത്രിയുടെ വകുപ്പുകൾ മുതൽ ഇങ്ങോട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വകുപ്പുകൾ ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ജനസമക്ഷം അവതരിപ്പിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ചരിത്ര സംഭവത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അഭിമാനത്തോടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായൊരു മന്ത്രി എന്ന നിലയിൽ പറയാൻ കഴിയും, ഇന്ത്യയുടെ ചരിത്രത്തിൽ, ജനാധിപത്യ ചരിത്രത്തിൽ, ഒരുപക്ഷെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് എല്ലാ വർഷവും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സ്വയം വിലയിരുത്തി ഞങ്ങളെ തന്നെ വിചാരണ ചെയ്ത് 3.5 കോടി മലയാളിയുടെ മുമ്പിൽ ഞങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഭരണകൂടത്തിന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാനാകും. പ്രകടന പത്രികയോ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് അവതരിപ്പിക്കപ്പെടുന്ന ഒരു നോട്ടീസല്ലേ എന്ന് ചോദിച്ച രാഷ്ട്രീയ നേതാക്കളുള്ള നാടാണ് ഈ കേരളം. എന്നാൽ ഈ ഗവൺമെന്റിനും മുന്നണിക്കും പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ നടത്തുന്ന ഒരു വാഗ്ദാനമാണെന്നും ആ വാഗ്ദാനം നടപ്പിലാക്കുക ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തന പദങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണെന്നും ഔപചാരികമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആ പ്രകടന പത്രികയുടെ പൂർത്തീകരണത്തിലേക്ക് ഇനി എത്ര ദൂരം എന്ന് ഓരോ ഘട്ടത്തിലും ജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ മുമ്പിൽ ഈ ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 10ാം വർഷത്തിലേക്ക് ഈ ഗവൺമെന്റ് കാലെടുത്തു കുത്തുമ്പോൾ ലോകം അത്ഭുതത്തോടെ ഈ കേരളത്തിലേക്ക് നോക്കുകയാണ്. കേരളം മാത്രമല്ല, ലോകമാകെ അസാധ്യം എന്ന് പ്രഖ്യാപിച്ചിരുന്ന എത്രയോ പ്രവർത്തനങ്ങൾ സാധ്യമാണൊരു ജനാധിപത്യ ജനകീയ ഭരണകൂടത്തിന് എന്ന് ലോകത്തിനോട് പറയാൻ 9 വർഷക്കാലത്തെ ഇന്നലകളിൽ ഈ കേരളത്തിന് സാധിച്ചു എന്ന അഭിമാന ബോധത്തിന്റെ നെറുകയിലേറിയാണ് ഈ ഗവൺമെന്റ് അതിന്റെ 10ാം വർഷത്തിലേക്ക് കിടക്കുന്നത് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാനാകും. ഞങ്ങളെല്ലാവരും കാസർഗോട്ടെ കാലിക്കടവിൽ ആദ്യത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കാളികളായതാണ്. ഒരുപക്ഷെ ദീർഘമായ നേരം യാത്ര ചെയ്താണ്. ജനങ്ങളുടെ ആവേശവും അതിൻ്റെ ആഹ്ലാദ തിണർപ്പും കണ്ടും അനുഭവിച്ചുമാണ് ഈ സമ്മേളന നഗരിയിലേക്ക് ഞങ്ങൾ എല്ലാവരും എത്തിച്ചേരുന്നത്. ഒരു കാര്യം ഉറപ്പോടെ ഞങ്ങൾക്ക് പറയാനാകും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഗവൺമെന്റിന്റെ വാർഷികവുമായി
വിവിധ തലങ്ങളിൽ ഒത്തുചേർന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ നടത്തുന്ന പ്രഖ്യാപനം, ഇനിയും ഈ കേരളത്തിന് നിങ്ങളെ വേണം, നിങ്ങളുടെ നേതൃത്വം വേണം, കേരളത്തെ നയിക്കാൻ ഇതേ മുന്നണി കേരളത്തിൽ തുടർന്നും വരണം എന്ന അഭിമാനകരമായ പ്രഖ്യാപനമാണിത്. കണ്ടും നേരിട്ടറിഞ്ഞും ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ എത്രയേറെ വലിയ ദുരന്തങ്ങളെയാണ് ഈ ഗവൺമെന്റ് നേരിടേണ്ടി വന്നത്. ഒരു ജനാധിപത്യ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ഭരണഘടനയുള്ള ഒരു നാട്ടിൽ ഒരു ഭരണകൂടവും നടത്താത്തതുപോലെ കേരളത്തിലെ ഗവൺമെന്റിനെ 3 വിധത്തിൽ ആക്രമിക്കാൻ എത്രയേറെ വലിയ പരിശ്രമങ്ങളാണ് കേരളത്തിൽ നടന്നു വന്നത്. കേരളത്തിന്റെ തലയ്ക്കുമീതെ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഫെഡറലിസത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ നടത്തിയ ദീർഘമായ പരിശ്രമങ്ങൾ ഈ കേരളം കണ്ടു. ഒരു നാട്ടിൽ ശക്തമായിട്ടുള്ള കേന്ദ്രവും ഭദ്രമായ സംസ്ഥാനങ്ങളുമെന്ന ഫെഡറലിസത്തിന്റെ ആശയങ്ങളെ പൂർണ്ണമായി തല്ലി തകർത്ത് 3 വിധത്തിൽ കേരളത്തിന്റെ ഭരണകൂടത്തിനു നേരെയുള്ള ആക്രമണങ്ങൾ ഒരു ഗവൺമെന്റ് തന്നെ നടത്തുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അതിന്റെ ഭാഗമായി കേന്ദ്രത്തിന്റെ റവന്യൂ വരുമാനത്തിൽ നിന്ന് കേരളത്തിന് കിട്ടേണ്ട വിഹിതം പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് 1,77,000 കോടി രൂപ എന്ന കേരളത്തിന്റെ അർഹമായിട്ടുള്ള വിഹിതം പോലും തരാതെ, വിവിധങ്ങളായ പദ്ധതികളിലൂടെ കേന്ദ്രം തരേണ്ട പണം നൽകാതെ കേരളത്തിന്റെ സാമൂഹിക ക്ഷേമ പദ്ധതികളെ കഴുത്തു പിടിച്ചു ഞെരിക്കാൻ ശ്രമിച്ചതു മുതൽ അവസാനം നടന്ന ചൂരൽമലയിലെ ദുരന്തത്തിൽ ഈ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണെന്ന ഒറ്റ കാരണത്താൽ ചൂരൽമലയിൽ ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യരെ സഹായിക്കാൻ 1 രൂപ പോലും തരാത്ത വിധത്തിൽ കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ നടത്തിയ ശ്രമം ഈ കേരളം കണ്ടു. മറ്റു പലയിടത്തും ചെലവാകുന്നത് പോലെ ചെലവാകുമെന്നു കരുതി 9 വർഷക്കാലം കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസികൾ, അത് CBI ആകട്ടെ, ED ആകട്ടെ, ഇൻകം ടാക്സ് ആകട്ടെ, 9 വർഷക്കാലം ഈ കേരളത്തിന്റെ മണ്ണിൽ അഴിഞ്ഞാട്ടി എന്തെല്ലാം പരിശ്രമങ്ങൾ ഈ കേരളത്തിൽ നടത്തി. 10ാം വർഷത്തിലേക്ക് കിടക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗമായി അഭിമാനത്തോടെ പറയട്ടെ, 9 കൊല്ലം കേന്ദ്ര ഏജൻസികൾ എല്ലാ വിധത്തിൽ കുഴിച്ചു പരീക്ഷിച്ചിട്ടും മുഖ്യമന്ത്രി മുതൽ ഈ മന്ത്രിസഭയിലെ ഒരാളെപ്പോലും തൊടാൻ കേന്ദ്ര ഏജൻസികൾക്കായില്ല എന്നുള്ളത് ഈ ഗവൺമെന്റിലെ മന്ത്രിമാർ പുലർത്തുന്ന വിശുദ്ധതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി നമുക്ക് അവതരിപ്പിക്കാനാകും. അവസാനം കേരളം മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ ഭരണഘടന കൊടുക്കുന്ന കേവലാധികാരത്തിന്റെ പുറത്ത് സംസ്ഥാനങ്ങളുടെ മേധാവികളായി പ്രവർത്തിക്കേണ്ട ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധമായിട്ടുള്ള സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളെ അട്ടിമറിച്ച് കേരളമടക്കം തങ്ങളുടെ രാഷ്ട്രീയ ഇംഗിതത്തിന് വഴങ്ങാത്ത സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളുടെ ഭരണസമിതികളെ പിടിച്ചെടുക്കാൻ ശ്രമിച്ച് ഗവർണർമാരെ പോലും സംസ്ഥാന ഭരണകൂടങ്ങൾക്കെതിരെ തിരിക്കാനുള്ള രാഷ്ട്രീയ ആയുധമായി പ്രയോഗിക്കാൻ ഉൾപ്പെടെയുള്ള പരിശ്രമങ്ങൾ നടന്ന നാടായി ഈ കേരളം മാറിയില്ലേ? പക്ഷേ അഭിമാനത്തോടെ പറയാൻ കഴിയും, ഈ വിധത്തിലുള്ള എല്ലാ പരിശ്രമങ്ങളും കേരളത്തിന്റെ തലയ്ക്കുമീതെ നടത്തിയിട്ടും പ്രകടന പത്രികയിലൂടെ ഒരു മുന്നണി കേരളത്തിന്റെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച ഒരു നടപടി പോലും ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്ര ഭരണകൂടത്തിനോ അതിന്റെ കുഴലൂത്തുകാർക്കോ ഈ കേരളത്തിൽ കഴിഞ്ഞില്ല എന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന ഒരവസരം തന്നെയാണ്. അതുമാത്രമല്ല, ഓക്കിയും നിപ്പയും 2018-ലെയും 19-ലെയും മഹാപ്രളയങ്ങളും കോവിഡും കൊക്കയാറും ഇങ്ങനെ തുടങ്ങുന്ന ദുരന്തങ്ങളിൽ ചൂരൽമലയിൽ എത്തി നിൽക്കുന്നത് വരെ നിരവധികളായിട്ടുള്ള ദുരന്തങ്ങളുടെ പെരുമഴ കേരളത്തിന്റെ തലയ്ക്കുമീതെ നിന്നു പെയ്തിട്ടും 3.5 കോടി മലയാളിയിൽ ഒരാളെപ്പോലും ഒരു ദുരന്തത്തിനും വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച് അവനെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ടു പോയ ഇന്ത്യയിലെ ഗവൺമെന്റിനുള്ള പേരാണ് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന് അഭിമാനത്തോടെ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശദമായി നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും ഭൂമിയും, എല്ലാവർക്കും വീടും, എല്ലാവർക്കും വെള്ളവും, എല്ലാവർക്കും വെളിച്ചവും, എല്ലാവർക്കും വിദ്യാഭ്യാസവും, എല്ലാവർക്കും ആരോഗ്യവും, എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസവും, കേരളത്തിന്റെ പൊതുമാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ വില നിയന്ത്രണ ഉപാധികളും, കേരളത്തിന്റെ കാർഷിക മേഖലകളിലെ നവനവങ്ങളായിട്ടുള്ള പരിഷ്കാരങ്ങളും, ഒരു തവണ പോലും പവർ കട്ടില്ലാത്ത കേരളവും,
എല്ലാം സൃഷ്ടിച്ചുകൊണ്ട് ഈ കേരളം 10 വർഷക്കാലത്തെ അഭിമാനകരമായ യാത്ര അഭംഗുരം തുടരുന്ന കാഴ്ച നമ്മുടെ നാട് സന്തോഷത്തോടെ കാണുന്ന ഒരു ഘട്ടമാണിത്. ഞാൻ ദീർഘമായ ഒരു വർത്തമാനത്തിലേക്ക് പോകുന്നില്ല. നമ്മുടെ നാട് ഈ വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ ഈ തിരുവനന്തപുരം നഗരത്തിന് പരിചയപ്പെടുത്തേണ്ടതില്ല, ഒരുപക്ഷെ ലോകത്തു തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മദർഷിപ്പ് എത്തിച്ചേരുന്ന തുറമുഖമായി ഈ കേരളത്തിന്റെ തലസ്ഥാന നഗരിയോട് ചേർന്ന് കിടക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തെ മാറ്റാനുള്ള ഏക കാരണമായി കേരളത്തിലെ ഈ ഗവൺമെന്റ് മാറി എന്ന അഭിമാനബോധം നമ്മുടെ മുമ്പിലുണ്ട്. കേവലം തുറമുഖങ്ങളും അതിവേഗം യാത്ര ചെയ്യാവുന്ന മനോഹരമായിട്ടുള്ള റോഡുകളും വെള്ളവും വെളിച്ചവും വീടും എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും മാത്രമല്ല, ഭൗതിക സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ കിഫ്ബി 20 കൊല്ലം കഴിഞ്ഞാൽ ഒരു നഗരം ഒരു ഗ്രാമം എങ്ങനെ മാറുമെന്ന് ലോകത്തിനെ പരിചയപ്പെടുത്തിയത് മുതൽ അതിദരിദ്രരായ മനുഷ്യരില്ലാത്തൊരു നാടായി മാറുന്നതുൾപ്പെടെ കേരളം സർവതല സ്പർശിയായിട്ടുള്ള വികസനത്തിന്റെ പടികളിലൂടെ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അഭിമാനത്തോടെ തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒത്തുചേർന്ന 10,000-ങ്ങളെ സാക്ഷി നിർത്തി പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഈ വരുന്ന നവംബർ 1-ാം തീയതി ലോകത്തിന്റെ തലയ്ക്കുമീതെ ഉദിക്കുന്ന സൂര്യൻ എത്ര കരുത്തോടെ പ്രകാശിച്ചാലും ഒരു ദരിദ്ര കുടുംബത്തെ പോലും കണ്ടെത്താൻ കഴിയാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി പ്രിയപ്പെട്ടവരെ നമ്മുടെ കൊച്ചു കേരളം മാറാൻ പോവുകയാണ് എന്ന അഭിമാനത്തോടെ നാം തിരിച്ചറിയുന്നുണ്ട്. 4 ലക്ഷത്തിലേറെ വരുന്ന മനുഷ്യർക്ക് പട്ടയവും 4,54,000 കുടുംബങ്ങൾക്ക് വീടും സമ്മാനിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് സാമൂഹിക ക്ഷേമ പെൻഷനുകൾ ഏതെല്ലാം വിധത്തിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും അഭംഗുരം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചു മുന്നോട്ട് പോകുന്നു. 2020-21 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിന് കേന്ദ്ര വിഹിതമായി കിട്ടിയിരുന്ന റവന്യൂ വരുമാനം 44%, 2024-25 കടക്കുമ്പോൾ അത് 25% വെട്ടിക്കുറച്ചിട്ടും ആഭ്യന്തര വരുമാനത്തിൽ വലിയ വർധനവുണ്ടാക്കിക്കൊണ്ട് 1,77,000 കോടി രൂപയുടെ എക്സ്പെൻഡിച്ചറുമായി ധനകാര്യ മേഖലയിൽ നടത്തുന്ന അസാമാന്യമായിട്ടുള്ള മാജിക്കിനും ഈ കേരളം സാക്ഷ്യം വഹിച്ചു. ആ വിധത്തിൽ മുന്നോട്ടു പോകുന്ന ഈ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന ജനക്ഷേമപരമായിട്ടുള്ള പദ്ധതികൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ 4-ാം വാർഷികത്തിന്റെ തുടർച്ചയായ 2 ഗവൺമെന്റുകളുടെ 9-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനും ലോകത്തിന് ഏറ്റവും വലിയ മാതൃക കാണിക്കുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും സംശുദ്ധമായ ഒരു വേദിയായി കേരളത്തിലെ ഗവൺമെന്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഭയരഹിതമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പ്രതിസന്ധിയുടെയും മുമ്പിൽ തളരാതെ എല്ലാ ദുരന്തങ്ങളിലും മലയാളിയെ ചേർത്തുപിടിച്ച് ആധുനിക കാലത്തിന്റെ പുത്തൻ സൂര്യോദയത്തിലേക്ക് മോതിര വിരലിൽ പിടിച്ച് 3.5 കോടി മലയാളിയെ നടത്തുന്ന ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. പ്രോഗ്രസ് കാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി സാദരം ക്ഷണിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ട് വച്ച സംഭാവനകളിൽ ഒന്നാണ് വർഷം തോറും പുറത്തിറക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട്. പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച പരിപാടികൾ എത്രത്തോളം നടപ്പാക്കിയെന്ന് വ്യക്തമാക്കുന്ന സുവർണ രേഖ. 1-ാം പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ വർഷത്തിൽ തുടക്കമിട്ട പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ തുടർച്ചയായ 9-ാമത്തെ പതിപ്പാണ് ഈ വേദിയിൽ പ്രകാശനം ചെയ്യുന്നത്. 900 വാഗ്ദാനങ്ങളും അവയുടെ പുരോഗതിയും വിലയിരുത്തുന്ന ഈ റിപ്പോർട്ട് kerala.cm.gov.in, kerala.gov.in, prd.kerala.gov.in എന്നീ വെബ്സൈറ്റുകളിൽ നിന്നും ഏവർക്കും ഡൗൺലോഡ് ചെയ്യാം. പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇമെയിലിലൂടെയോ തപാലിലൂടെയോ സർക്കാരിനെ അറിയിക്കാം. ഇതിലുണ്ട് കേരളം വളരുന്നതിന്റെ കൃത്യമായ കണക്കുകൾ. ജനക്ഷേമത്തിന്റെയും പുരോഗതിയുടെയും അടയാളമായ ഇത്തവണത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് സാഭിമാനം ജനസമക്ഷം സമർപ്പിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ
ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാർ, കേരളത്തിലെ LDF സർക്കാർ 2021 മെയ് മാസത്തിലാണ് അധികാരത്തിൽ വന്നത്. അതിൻ്റെ 4ാം വാർഷികം പൂർത്തിയായി കഴിഞ്ഞു. അതേസമയം 2016 മെയ്യിൽ അധികാരത്തിൽ വന്ന LDF സർക്കാരിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് 2021 LDFന് ജനങ്ങൾ തുടർഭരണം സമ്മാനിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ 2016 മുതലുള്ള LDF ഭരണം 9 വർഷം പൂർത്തിയാക്കി 10ാം വർഷത്തിലേക്ക് കടക്കുന്നു. ഇവിടെ സ്വാഭാവികമായും 2016 അവസ്ഥയും ഇപ്പോഴുള്ള കേരളത്തിൻ്റെ നിലയും ആരും താരതമ്യപ്പെടുത്താൻ തയ്യാറാവും. അങ്ങനെ താരതമ്യപ്പെടുത്തുന്ന ഏതൊരാൾക്കും എല്ലാ മേഖലയിലുമുള്ള നാടിൻ്റെ വലിയ പുരോഗതിയാണ് കാണാൻ സാധിക്കുക. ഞങ്ങൾ നേരത്തെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു മാസക്കാലത്തിലധികമായി ഈ വാർഷികാഘോഷ പരിപാടികളുമായി 13 ജില്ലകളിലും ഇതേപോലുള്ള പരിപാടികൾ നടത്തി വരികയാണ്. 14ാമത്തെ ജില്ലയും ഇന്നോടെ പൂർത്തിയാകുന്നു. ഈ പരിപാടിയുടെ സമാപനം ഇവിടെ കുറിക്കുന്നു. ഈ പരിപാടിയിൽ ഇടയ്ക്കൊരു മാറ്റിവെക്കൽ വേണ്ടി വന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഗൗരവമായ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ആ ഘട്ടത്തിൽ സർക്കാരിൻ്റേതായ ആഘോഷ പരിപാടി തുടരുന്നത് ശരിയല്ല എന്ന് കണ്ടുകൊണ്ട് തൽക്കാലം പരിപാടി മാറ്റിവെച്ചിരുന്നു. എന്നാൽ വേഗം തന്നെ നമുക്ക് സാധാരണ നില പുനഃസ്ഥാപിക്കാനായി നേരത്തെ നിശ്ചയിച്ചതുപോലെ പരിപാടികൾ തുറന്നു നടത്താനായി. ഒരു പരിപാടിയാണ് ഈ ജില്ലാതല പരിപാടി മാറിപ്പോയത്. അതും പിന്നീട് സംഘടിപ്പിക്കാൻ കഴിയും. ഈ പരിപാടിയിൽ 2 ഭാഗമായാണ് പരിപാടി നടന്നിരുന്നത്. ഒന്ന് രാവിലത്തെ ഒരു യോഗം, ജില്ലയിലെ വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുത്ത 500ഓളം ആളുകൾ പങ്കെടുക്കുന്നൊരു യോഗം. ആ യോഗത്തിലൊക്കെ എല്ലാ മേഖലകളിൽ നിന്നും നല്ല പ്രതികരണം ഉയരുന്നതാണ് കണ്ടത്. കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള
ശരിയായൊരു ദിശാബോധം എല്ലാവരും ആ യോഗത്തിൽ അവതരിപ്പിക്കുന്നത് കാണാൻ കഴിഞ്ഞു. വൈകുന്നേരത്തെ ഇതുപോലുള്ള റാലികൾ വൻ ജനപങ്കാളിത്തത്തോടെയാണ് എല്ലാ ജില്ലകളിലും നടന്നത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ എങ്ങനെ കേരളത്തിലുണ്ടായ മാറ്റവും പുരോഗതിയും സ്വീകരിക്കുന്നു എന്നതിൻ്റെ തെളിവായാണ് വൈകുന്നേരത്തെ ഈ മഹാ റാലികൾ കാണാൻ കഴിഞ്ഞു. 2016 നമ്മുടെ നാട് വല്ലാത്ത പിറകിൽ പോയ അവസ്ഥയായിരുന്നു. കേരളം നല്ല രീതിയിൽ നേരത്തെ മുതൽ അഭിവൃദ്ധി നേടിയ ചില മേഖലകളുണ്ട്. അതിലൊന്നാണ് വിദ്യാഭ്യാസ രംഗം. നവോത്ഥാന കാലഘട്ടം തൊട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ അഭിവൃദ്ധിപ്പെടുത്താൻ നവോത്ഥാന നായകരുടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. തുടർന്ന് കേരളീയ സമൂഹം വലിയ തോതിൽ അത് ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ന് കാണുന്ന കേരള സംസ്ഥാനം രൂപം കൊണ്ടത് 1956 നവംബറിലാണല്ലോ. തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് നടന്നു നിയമസഭയിലേക്കുള്ള. 1957 കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ് രൂപീകൃതമായി. അന്ന് ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയാണ് അധികാരത്തിലേറ്റിയത്. VMSൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരമേറ്റു. ആ സർക്കാരാണ് കേരളത്തിൻ്റെ വികസനത്തിന് അടിത്തറയിട്ടത്. വിവിധ മേഖലകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസ മേഖല. വിദ്യാഭ്യാസ രംഗത്ത് സാർവത്രിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് പോയി പഠിക്കാൻ സൗകര്യമുണ്ടാകുമാറ് നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സ്കൂളുകൾ അനുവദിക്കുന്ന നില ആ ഗവൺമെൻറ് സ്വീകരിച്ചു. തുടർന്ന് വലിയ പുരോഗതിയാണ് കേരളം വിദ്യാഭ്യാസ രംഗത്ത് നേടിയത്. പക്ഷേ 2016 നാം വിദ്യാഭ്യാസ മേഖലയിൽ അധോഗതിയിലായിരുന്നു. 1000-ഓളം സ്കൂളുകൾ അടച്ചിടേണ്ട പട്ടികയിലായിരുന്നു അന്ന്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകാൻ കുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല. കുട്ടികളെ അയക്കാൻ രക്ഷിതാക്കളും ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ ഫലം 5 ലക്ഷത്തോളം കുട്ടികൾ കൊഴിഞ്ഞു പോയതായിരുന്നു. ആ കൊഴിഞ്ഞുപോക്ക് തുടരുമെന്നും പൊതുവിദ്യാഭ്യാസ മേഖല തകർന്നു പോകുമെന്നുള്ള ആശങ്ക നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് LDF അന്നത്തെ തെരഞ്ഞെടുപ്പിൽ പൊതുവിദ്യാഭ്യാസ രംഗം
സംരക്ഷിക്കും എന്ന വാഗ്ദാനം മറ്റു പല കാര്യങ്ങളോടുമൊപ്പം ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ സംരക്ഷണത്തിനായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം രൂപീകരിച്ചു. നാടാകെയും അതിനോടൊപ്പം സഹകരിച്ചു. അതിൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റം വന്നു. ഇന്ന് ഇന്ത്യയിൽ പൊതുവിദ്യാഭ്യാസ മേഖല രാജ്യത്തെ ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗ് തുടർച്ചയായി കേരളത്തിനാണ് ആ ഒന്നാം സ്ഥാനം സമ്മാനിക്കുന്നത്. ഇത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല. 5000 കോടിയോളം രൂപയാണ് ആ മേഖലയിൽ ചെലവഴിച്ചത്. അതിൻ്റെ ഭാഗമായി ക്ലാസ് മുറികളെല്ലാം സ്മാർട്ട് ക്ലാസ്സുകളായി, സ്കൂളുകൾ ഹൈടെക്കായി. നേരത്തെ വലിയ തോതിൽ അപജയത്തിലായിരുന്ന സ്കൂളുകൾ നല്ല യശസ്സിലേക്ക് ഉയർന്നു. അതിൻ്റെ ഫലം 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് പുതുതായി 10 ലക്ഷം കുട്ടികൾ വന്നു ചേർന്നു എന്നതാണ്. ഈ മാറ്റം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2016 LDF എല്ലാ അധികാരത്തിൽ വന്നത് എന്ന് സങ്കല്പിക്കുക. UDF അധികാരത്തിൽ തുറന്നിരുന്നുവെങ്കിൽ ഈ മാറ്റമായിരുന്നോ കേരളത്തിൽ ഉണ്ടാവുക? പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 2016 1000 സ്കൂൾ അടച്ചുപൂട്ടാനാണ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നെങ്കിൽ എത്രയോ 1000 അടഞ്ഞുപോയിട്ടുണ്ടാകുമായിരുന്നു. 5 ലക്ഷത്തിന് പകരം നിരവധി ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയിട്ടുണ്ടാകുമായിരുന്നു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗമാകെ തകർന്ന നിലയിലായിട്ടുണ്ടാകുമായിരുന്നു. അതിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയെ രക്ഷിക്കാൻ കഴിഞ്ഞത് LDF സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടും ആ സർക്കാരിനെ 2021 തുടർച്ച ഉണ്ടായതുകൊണ്ടുമാണ്. 2021 നേരത്തെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പേരിട്ടതിന് വിദ്യാകിരണം എന്ന പേരാക്കി മാറ്റി എന്ന് മാത്രം. നടപ്പാക്കിയതെല്ലാം ഒരേ പദ്ധതിയായിരുന്നു. ഇത് വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും യശസ്സോടെ ഉയർന്നു നിന്ന ഒന്നായിരുന്നു ആരോഗ്യരംഗം. ആരോഗ്യരംഗത്ത് 1957 ഗവൺമെൻറ് തന്നെ ഗ്രാമങ്ങൾ തോറും ആരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കണമെന്ന ധാരണയിൽ നല്ലതുപോലെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ നിരവധി എണ്ണം സ്ഥാപിക്കാൻ തയ്യാറായിരുന്നു. തുടർന്ന് ആരോഗ്യമേഖല വലിയ തോതിൽ ശക്തിപ്പെട്ടു വന്നു. പക്ഷേ 2016 ആയപ്പോൾ വലിയ തകർച്ച ആരോഗ്യരംഗത്തിനുണ്ടായി.
അതിൻ്റെ ഭാഗമായി ഡോക്ടർമാരില്ലാത്ത അവസ്ഥ, നഴ്സുമാരും സ്റ്റാഫും ഇല്ലാത്ത അവസ്ഥ, മരുന്നും ആശുപത്രിയിൽ വേണ്ട മറ്റ് സജ്ജീകരണങ്ങളും ഇല്ലാത്ത അവസ്ഥ, വല്ലാത്തൊരു തകർച്ചയിലേക്ക് കേരളത്തിലെ ആരോഗ്യരംഗം കൂപ്പുകുത്തി. LDF ആ തെരഞ്ഞെടുപ്പിൽ ആരോഗ്യരംഗത്തിൻ്റെ ഉന്നതി ലക്ഷ്യമായി കാണുകയുണ്ടായി. അതിൻ്റെ ഫലമായി ആർദ്രം മിഷൻ LDF സർക്കാർ പ്രഖ്യാപിച്ചു. വലിയ മാറ്റം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി. നമ്മുടെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ പലതരത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളൊരുക്കി. മെഡിക്കൽ കോളേജുകൾക്ക് പ്രത്യേക മാസ്റ്റർ പ്ലാനുകൾ വന്നു. ഇതിനിടയിലാണ് നമുക്ക് കോവിഡിനെ നേരിടേണ്ടി വന്നത്. കോവിഡ് വന്നപ്പോൾ ലോകമാകെ അതിനു മുന്നിൽ വിറങ്ങലിച്ചു നിന്നു. ലോകത്തെ സമ്പൽ സമൃദ്ധ രാഷ്ട്രങ്ങളടക്കം കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീഴുന്നത് നമ്മൾ കണ്ടു. എന്നാൽ രാജ്യവും ലോകവും കേരളത്തെ അത്ഭുതാതരങ്ങളോടെ നോക്കി നിന്നു. കാരണം കോവിഡിൻ്റെ മൂർധന്യദശയിലും നാം കേരളം ഒരുക്കിയ ആരോഗ്യ സജ്ജീകരണങ്ങൾ മികച്ചു നിന്നു. ഒന്നിലും കുറവുണ്ടായില്ല. നമ്മുടെ ആശുപത്രികളിൽ കോവിഡിൻ്റെ മൂർധന്യദശയിലും ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. എന്തിനധികം പറയുന്നു, വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു. രാജ്യത്തും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആ കാലത്ത് സംഭവിച്ചതെല്ലാം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. അങ്ങനെയുള്ള ഒരു ദയനീയ സാഹചര്യവും നമ്മുടെ കേരളത്തിലുണ്ടായില്ല. ഇത് നമുക്ക് നേടാനായത് കോവിഡ് വരുമെന്ന് കണക്കാക്കി നാം ഒരുക്കിയ സൗകര്യങ്ങൾ കൊണ്ടല്ല. നാടിന്, ജനങ്ങൾക്ക് മതിയായ ചികിത്സാ സൗകര്യം അതിൻ്റെ എല്ലാ ഗുണനിലവാരത്തോടും കൂടിയും ഒരുക്കാൻ കഴിയണമെന്ന കാഴ്ചപ്പാടോടെ ആർദ്രം മിഷൻ നടപ്പാക്കിയതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു സാഹചര്യമുണ്ടായത്. ഇവിടെയും നാം ആലോചിക്കേണ്ടത് 2016 LDF അല്ല അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? UDF ആണ് അധികാരത്തിൽ തുറന്നിരുന്നെങ്കിൽ നമ്മുടെ ആശുപത്രികൾ പലതും ഇല്ലാത്ത അവസ്ഥയിലാകുമായിരുന്നു. അതിൽ നിന്ന് നമുക്ക് കരകയറാൻ കഴിഞ്ഞത് LDF അധികാരത്തിൽ വരികയും 2021 തുടർഭരണം LDFന് സമ്മാനിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായാണ് എന്താണ് കാണാൻ സാധിക്കുക. നമ്മുടെ കേരളത്തിൻ്റെ വിവിധ മേഖലകൾ ഈ തരത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചത് കാണാൻ നമുക്ക് സാധിക്കും. ഇവിടെ നമ്മുടെ പശ്ചാത്തല സൗകര്യ രംഗം
കേരളത്തിൻ്റെ ഒരു നാടെന്ന നിലക്കുള്ള പുരോഗതി ഏറ്റവുമധികം തടസ്സപ്പെട്ട കാലമായിരുന്നു അത്. നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും നേരെ ചൊവ്വേ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തിനധികം പറയുന്നു, മറ്റെല്ലായിടങ്ങളിലും നല്ല രീതിയിൽ നടപ്പാക്കപ്പെട്ട നാഷണൽ ഹൈവേ പോലും നമ്മുടെ കേരളത്തിൽ യാഥാർത്ഥ്യമായില്ല. കേരളത്തിൽ നടപ്പാക്കേണ്ട ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കാൻ തയ്യാറായില്ല. നാടും നാട്ടുകാരും നിരാശയിലായി. എൻ്റെ നാടിങ്ങനെയായിപ്പോയി, ഇതിൽ നിന്ന് ഇനി മാറ്റമുണ്ടാവില്ല, ആർക്കും ഇതിനെ മാറ്റിമറിക്കാനാകില്ല എന്നെല്ലാമുള്ള ശാപവചനങ്ങൾ പലരും ഉരുവിടുന്ന ഘട്ടം. അപ്പോഴാണ് LDF ഇതിനെല്ലാം മാറ്റമുണ്ടാക്കും എന്ന വാഗ്ദാനം ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചത്. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ കാണുന്ന കാഴ്ച നമ്മുടെ സംസ്ഥാനത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാർ സംസ്ഥാനം വിട്ടുപോയിരിക്കുന്നു. അപ്പോൾ കാരണം പരിശോധിച്ചപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വികസനത്തിന് വേണ്ടി പല ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഉന്നതരുമായി ബന്ധപ്പെട്ടവർ നടത്തിയതാണ്. അക്കാര്യത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല. നമുക്കെല്ലാം ഓർമ്മയുള്ള കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അനാവശ്യമായ ഒട്ടേറെ തർക്കങ്ങൾ. സാധാരണ നിലയിൽ ഒരു പദ്ധതി നാടിനു വേണ്ടിയുള്ളതാണെന്ന് കണ്ട് പദ്ധതി നടപ്പിലാക്കാൻ വേണ്ട നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യകരമായ ഒരു സമീപനമാണ് കേരളത്തിലെ UDF സർക്കാർ അന്ന് സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി പദ്ധതി തടയപ്പെട്ടു. ആ ഘട്ടത്തിലാണ് UDF സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിച്ചത്. എത്ര വീതിയിൽ നാഷണൽ ഹൈവേ വേണം എന്ന കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താനാണ് യോഗം. ആ യോഗം ഏകണ്ഠമായി തീരുമാനിച്ചു 45 മീറ്റർ വീതിയിൽ 45 മീറ്റർ എങ്കിലും വീതിയിലുള്ള നാഷണൽ ഹൈവേ ആണ് കേരളത്തിൽ വേണ്ടത്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് സർവ്വാധികാരം കൊടുക്കുകയാണ് നാട്. പക്ഷേ ഗവൺമെൻറ് എന്നിട്ടും അനങ്ങിയില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നാഷണൽ ഹൈവേ വികസനത്തിന് സാധാരണ നിരക്ക് സംസ്ഥാന സർക്കാരിന് മറ്റ് ചെലവുകളൊന്നുമില്ല. സംസ്ഥാന സർക്കാർ ആകെ ചെയ്യേണ്ട കാര്യം അതിനാവശ്യമായ ഭൂമി എടുത്തു കൊടുക്കലാണ്. ആ ഭൂമി എടുത്തു കൊടുക്കുന്നതിനാണ് തടസ്സം നിന്നത്. നമ്മുടെ കേരളത്തിൻ്റെ നാഷണൽ ഹൈവേ വികസനം പൂർണ്ണമായി തടയപ്പെട്ടു. കൂടെ ഇരിക്കുന്ന ചിലർ ഭൂമി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന
ഒരു സർക്കാരായത് മാറി. 2016 LDF സർക്കാർ നാഷണൽ ഹൈവേ അതോറിറ്റിയെ തിരികെ വിളിച്ചു. നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലേക്ക് കടന്നു. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു, കേരളത്തിലെ വലിയ വിലയാണ് ഭൂമിക്ക്, ഞങ്ങൾക്ക് അത്രയും വില കൊടുത്ത് ഭൂമി എടുക്കാൻ പറ്റില്ല, സംസ്ഥാന സർക്കാർ എടുത്തു തരണം. തർക്കമായി. എന്താ കാര്യം? രാജ്യത്തെവിടെയും സംസ്ഥാന സർക്കാർ നാഷണൽ ഹൈവേക്ക് ഭൂമിയെടുക്കാൻ വേണ്ടി ചില്ലിക്കാശ് ചെലവിട്ടിയ അനുഭവമില്ല. അതുകൊണ്ട് തന്നെ അത് ന്യായമല്ല എന്ന നിലപാട് നമ്മൾ സ്വീകരിച്ചു. വലിയ തർക്കമായി. പക്ഷേ നാം ഒരു ഗതികേടിലായിരുന്നു. ആ ഗതികേട് മറ്റൊന്നുമല്ല, മറ്റെല്ലായിടങ്ങളിലും നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമായി നല്ല റോഡുകൾ, നമുക്ക് മാത്രം ഗ്രാമീണ റോഡിനേക്കാളും മോശമായ നാഷണൽ ഹൈവേ. ഈ സ്ഥലമേറ്റെടുത്ത് കൊടുക്കാത്തതിൻ്റെ ഭാഗമായി കൂടുതൽ പണം ചെലവിടാൻ നാഷണൽ ഹൈവേ തയ്യാറുമില്ല. അങ്ങനെയൊരു സാഹചര്യം. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഗതാഗത സൗകര്യത്തിനും പൊതുവായ വികസനത്തിനും നാഷണൽ ഹൈവേ വികസിക്കേണ്ടത് ഒഴിച്ചുകൂടാത്ത ആവശ്യമായിരുന്നു. അത് വെച്ചുകൊണ്ട് നാം ഒരു ഗതികെട്ട സമീപനത്തിലെത്തി. അവരുടെ ചില വ്യവസ്ഥകൾക്ക് നാം വിധേയരാകേണ്ടി വന്നു. അവസാനം ഒത്തുതീർപ്പ് ചർച്ചയിൽ സംസ്ഥാനത്തിന് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വിലയിൽ 25% വഹിക്കേണ്ടതായി വന്നു. അതിനു മുൻപ് ഒരിടത്തും അതുണ്ടായിട്ടില്ല. അതിനുശേഷവും ഒരിടത്തും അതുണ്ടായിട്ടില്ല. നമ്മൾ മാത്രം ഇതിൻ്റെ ഭാഗമായി 5600 കോടി രൂപ നാഷണൽ ഹൈവേക്ക് നൽകേണ്ടതായി വന്നു. ഇത് UDF സർക്കാർ കാണിച്ച കെടുകാര്യസ്ഥയുടെ ഭാഗമായി നമുക്കുണ്ടായ പിഴയാണ് എന്നതാണ് യഥാർത്ഥ വസ്തുത. നമ്മുടെ സംസ്ഥാനം ആ 25% വഹിച്ചപ്പോൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങി. ഇപ്പോൾ കേരളത്തിലാകെ നാഷണൽ ഹൈവേയുടെ വികസനം നല്ല നിലയിൽ നടക്കുകയാണ്. അപ്പോഴാണ് ഈ മഴക്കാലത്തുണ്ടായ ചില പ്രശ്നങ്ങൾ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഉടനെ അത് സംസ്ഥാന സർക്കാരിൻ്റെ എന്തോ വീഴ്ചയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടന്നു. ആ ശ്രമം കേരളത്തിൽ LDFനെ എതിർക്കുന്ന രണ്ടു കൂട്ടരും UDFും BJPയുടെ ചില ആളുകളും ഒരേപോലെ നടത്തുന്നതായി നാം കാണുന്നുണ്ട്. എത്ര പരിഹാസ്യമായ നിലയാണെന്ന് നോക്കണം. ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അത് ഞങ്ങൾ എപ്പോഴും തല ഉയർത്തി തന്നെ പറയും. ഈ കേരളത്തിൽ മുടങ്ങിക്കിടന്ന, ഇവിടെ യാഥാർത്ഥ്യമാകില്ല എന്ന് കരുതിയ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകും എന്ന നില LDF സർക്കാരിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ കാരണം തന്നെയാണ്. അതിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഞങ്ങൾക്കില്ല. UDF ആയിരുന്നുവെങ്കിൽ
എന്തായിരുന്നു സംഭവിക്കുക? ഈ 9 വർഷം കൊണ്ട് കൂടുതൽ പുറകോട്ട് നാം പോയിട്ടുണ്ടാകുമായിരുന്നു. പിന്നെ ഉണ്ടായ ദുരന്തങ്ങൾ അത് നിർമ്മാണ ഘട്ടത്തിലുണ്ടാകുന്ന സാങ്കേതിക തകരാർ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൗരവമായ പരിശോധന സ്വാഭാവികമായും നാഷണൽ ഹൈവേ തന്നെ നടത്തും. ഇപ്പോൾ നമ്മൾ കേട്ടില്ലേ, കരിമ്പട്ടികയിൽപ്പെടുത്തിയതും അതിനുമായി ബന്ധപ്പെട്ട ഉദ്യോഗ സംവിധാനത്തിനെതിരെ നടപടികൾ വരുന്നതും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതൊന്നും കേരളത്തിലെ PWD അല്ലല്ലോ ചെയ്യുന്നത്. അതെല്ലാം ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവർ നാഷണൽ ഹൈവേ അതോറിറ്റിയും അതിൻ്റെ കേന്ദ്ര വകുപ്പുമാണ്. സ്വാഭാവികമായും അവരത് ചെയ്യും. ഒരു ദുരന്തമോ ഏതെങ്കിലും സ്ഥലത്ത് ചില പ്രശ്നങ്ങളോ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നാഷണൽ ഹൈവേ ആകെ പൊളിഞ്ഞു പോകുമെന്ന് കാണേണ്ടതില്ല. അതെല്ലാം പരിഹരിക്കാനുള്ള സാങ്കേതിക മികവ് നല്ലതുപോലെ നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ മികവ് വെച്ചുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് തന്നെയാണ് കാണുന്നത്. ഉണ്ടായ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനുള്ള അഭിപ്രായം കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ചെയ്യും. എന്നാൽ തുടർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുക. നേരത്തെ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകരുത് എന്ന് കണക്കാക്കിയവർ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം ഇപ്പോഴെങ്കിലും ഇത് കാരണം തടസ്സപ്പെട്ടു പോകുമെങ്കിൽ അതാവട്ടെ എന്ന ചിന്തയോടെ, ആ ദുർബുദ്ധിയോടെ സമീപിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒന്നും മനപ്പായസം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എന്നത് അവർ മനസ്സിലാക്കിക്കൊള്ളുന്നു. ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത് UDF ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നാണ്. ഇതുമാത്രമല്ലല്ലോ, നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ, നമ്മുടെ കൂടെ ആ പൈപ്പ് ഇടാൻ തുടക്കം കുറിച്ച സംസ്ഥാനങ്ങളെല്ലാം എത്രയോ കാലം മുൻപത് പൂർത്തിയാക്കിയിരുന്നു. 2016 LDF സർക്കാർ വരുമ്പോൾ കണ്ടത് ഈ പറഞ്ഞ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് നടപ്പാക്കാൻ ബാധ്യപ്പെട്ടവർ സംസ്ഥാനം വിട്ടുപോയി. അവർക്കും സ്ഥലം എടുത്തു കൊടുക്കാത്തായിരുന്നു പ്രശ്നം. LDF സർക്കാർ അവരെ തിരിച്ചു വിളിച്ചു. എന്തായി? ഇപ്പോഴല്ല, നേരത്തെ തന്നെ ആ ലൈൻ പൂർത്തിയായി. ആ പൈപ്പിലൂടെ ഗ്യാസ് പ്രവഹിക്കുന്നു. അവിടെ നമ്മുടെ ചില പട്ടണങ്ങളിൽ അടുക്കളയിൽ പാചകവാതകമായിട്ട് ആ ഗ്യാസ് എത്തുന്നു. ഫാക്ടറികളിൽ ഇന്ധനമായത് എത്തുന്നു. നാടിന് ആവശ്യമായൊരു കാര്യമാണ് അനാവശ്യമായി തടയുന്ന നിലയുണ്ടായത്. നമ്മുടെ കേരളത്തിൻ്റെ വൈദ്യുതി രംഗത്തിന് വൈദ്യുതി കൊണ്ടുവരാനുള്ള ലൈനുകൾ ആവശ്യമുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇടമൺ കൊച്ചി പവർ ഹൈവേ. ആ പവർ ഹൈവേയുടെ നിർമ്മാണം കേരളത്തിൽ ഒരു സ്ഥലം വരെ എത്തി. സ്ഥലം മറച്ചു വെക്കുന്നില്ല, കോട്ടയത്താണ് എത്തിയത്. അവിടെ എത്തിയപ്പോൾ അവിടെ നിന്നു, പിന്നെ മുന്നോട്ടില്ല. ആ ജോലി ഏറ്റെടുത്ത പവർ ഗ്രിഡ് കോർപ്പറേഷൻ സംസ്ഥാനത്തിൻ്റെ ഉന്നതരായ മുഴുവൻ ആളുകളെയും കണ്ടു, ഒരനക്കവുമില്ല. അവസാനം അവരും നാട് വിട്ടു. 2016 LDF വന്നപ്പോൾ അവരെ തിരിച്ചു വിളിച്ചു. ഇപ്പോഴല്ല, നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട പണി പൂർത്തിയാക്കാനായി. എന്നാൽ തടസ്സമുണ്ടായി. നേരത്തെ തടഞ്ഞവർ ആ പണി തടയാൻ വേണ്ടി മുന്നോട്ട് വന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി സർക്കാർ എന്താണ് എന്ന്. സർക്കാർ തടയാൻ വരുന്നവരുടെ കൂടെ നിൽക്കേണ്ടതല്ലോ, പദ്ധതി നിർവഹണത്തിനല്ലേ സർക്കാർ നിൽക്കേണ്ടത്. അതിൻ്റെ ഭാഗമായി പദ്ധതി പൂർത്തിയായി. ഇപ്പോൾ നല്ല രീതിയിൽ വൈദ്യുതി ആ ലൈനിലൂടെ പ്രവഹിക്കുന്നു.
ഇവിടെയാണ് നാം ഓർക്കേണ്ടത് ഒരു ചൊല്ല്. ഇതെല്ലാം ഇട്ടേച്ചു പോയ, നടക്കില്ല എന്ന് കണക്കാക്കിയ പദ്ധതികളായിരുന്നു. 2016 നാട്ടുകാർ ചൊല്ലിയൊരു ചൊല്ലുണ്ടായിരുന്നു. അത് LDF വരും, എല്ലാം ശരിയാകുമെന്നായിരുന്നു. ആ ചൊല്ല് തീർത്തും അന്വർത്ഥമായി എന്നതാണ് ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത്. ഓരോ രംഗവും അതിനനുസരിച്ച് അന്ന് നാട്ടുകാർ ചൊല്ലിയ രീതിയിൽ ശരിയാകുന്ന കാഴ്ചയാണ് നാം അനുഭവത്തിൽ കണ്ടത്. ഇവിടെ പശ്ചാത്തല സൗകര്യ വികസനം വലിയ തോതിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ഒരു വലിയ ജലപാത, കോവളം മുതൽ ബേക്കൽ വരെ നീളുന്ന ജലപാതയുടെ നിർമ്മാണം അതിവേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും മാസം കഴിയുമ്പോൾ അതിൻ്റെ നല്ലൊരു ഘട്ടം പൂർത്തിയാക്കാനാകുമെന്ന അവസ്ഥയിലാണ് നാം നിൽക്കുന്നത്. അതോടൊപ്പം ഒരു ഭാഗത്ത് മലയോര ഹൈവേ, വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ, രണ്ടിനും 10,000 കോടി രൂപ ചെലവ്. സംസ്ഥാനമാണ് ആ ചെലവ് വഹിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ ഗതാഗത സൗകര്യത്തിൽ വരുന്ന മാറ്റം, അതോടൊപ്പം തന്നെ റോഡുകളും പാലങ്ങളും ഓവർബ്രിഡ്ജുകളും ഫ്ലൈ ഓവറുകളും അങ്ങനെ പലവിധ സൗകര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഗതാഗത മേഖലയിൽ വന്നിരിക്കുന്നു എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ വലിയ പങ്ക് വഹിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞത് സംസ്ഥാനത്തിൻ്റെ വിഭവശേഷി കൊണ്ട് മാത്രമല്ല, സംസ്ഥാനത്തിന് പുതിയ രീതിയിൽ വിഭവശേഷി ആർജിക്കാൻ കഴിയണം എന്ന് 2016 ഗവൺമെൻറ് കണ്ടു. അതിൻ്റെ ഭാഗമായാണ് ഒരു നിയമം പരിഷ്കരിച്ചുകൊണ്ട് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. ഒരു പുതിയ ധനസ്രോതസ് സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയോടെ പ്രവർത്തിക്കുന്നൊരു സ്ഥാപനം. അതിലൂടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള പണം കണ്ടെത്തുക, അത് ചെലവിട്ട് അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കുക. പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടായത് അതിൻ്റെ ഭാഗമായി കടുത്ത എതിർപ്പ്, കിഫ്ബിയോട് എതിർപ്പ്, വലിയ പരിഹാസം, നടക്കാൻ പോകാത്ത കാര്യം, എവിടുന്ന് പണം കിട്ടാൻ, അങ്ങനെ പല ആക്ഷേപങ്ങൾ നാം കേൾക്കേണ്ടതായി വന്നു. എന്താ യാഥാർത്ഥ്യം? നാം 2016 പറഞ്ഞത് 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം ഉണ്ടാക്കുമെന്നാണ്. എന്നാൽ ആ 5 വർഷം പൂർത്തിയായപ്പോൾ 2021 50 അല്ല 62,000 കോടി. ഇപ്പോൾ 2025 2021 തുടർഭരണം LDFന് സമ്മാനിച്ചതിൻ്റെ ഭാഗമായി ഇപ്പോൾ 62 അല്ല 90,000 കോടിയുടെ വികസന പദ്ധതികളാണ് ഈ കിഫ്ബി മുഖേന ഏറ്റെടുക്കാനായിട്ടുള്ളത്. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാം എന്ന നില കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, നമ്മുടെ റോഡുകൾ, നമ്മുടെ പാലങ്ങൾ, നമ്മുടെ ഫ്ലൈ ഓവറുകൾ, നമ്മുടെ വിവിധ തരത്തിലുള്ള പദ്ധതികളുടെ ഭാഗമായി ഉയർന്നു വരുന്ന സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികളിൽ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കൽ, അങ്ങനെ എന്തിനധികം പറയുന്നു, കേരളത്തിൻ്റെ വികസനത്തിനു വേണ്ടി
5600 കോടി രൂപ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൊടുത്തത് പോലും കിഫ്ബിയിൽ നിന്നെടുത്ത പണമായിരുന്നു. സർവമേഖലയിലും അവരുടെ പങ്കാളിത്തം കാണാൻ നമുക്ക് കഴിയുന്നു. ഇവിടെ ആ കിഫ്ബിയെ തകർക്കുന്നതിനുള്ള നീക്കങ്ങൾ ദുരുപദിഷ്ടമായ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് നമുക്കറിയാവുന്നതാണ്. അധ്യക്ഷൻ നാം നേരിടേണ്ടി വന്ന ദുരന്തങ്ങളെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല നടപ്പാക്കേണ്ടി വന്നത്. ഒരുപാട് പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ ഒരു നാടിനും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത ദുരന്തം നമുക്ക് ഏറ്റുവാങ്ങേണ്ടതായി വന്നു. നിപ്പയും ഓഖിയും നൂറ്റാണ്ടിലെ മഹാപ്രളയം 2018 അതിൻ്റെ തൊട്ടു പിന്നാലെ വന്ന അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും അതെല്ലാം കഴിഞ്ഞ് ഒന്ന് നിവർന്നു നിന്ന് ശ്വാസം വിടാൻ കഴിയുന്നതിന് മുൻപ് ലോകത്തെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരിയും, ഇതെല്ലാം കൂടി വന്നാൽ നമ്മുടേതുപോലൊരു നാട് തകരാൻ പിന്നെ എന്ത് വേണം? ഇത്തരമൊരു ഘട്ടത്തിൽ കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ നമ്മെ സഹായിക്കാൻ ബാധ്യതപ്പെട്ടതാണ് കേന്ദ്ര ഗവൺമെൻറ്. ഇന്ത്യൻ ഭരണഘടന കൃത്യമായി വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ സംസ്ഥാനത്തെ കേന്ദ്രം സഹായിക്കണമെന്ന്. പക്ഷേ നമുക്ക് സഹായമൊന്നും ലഭിച്ചില്ല. നൂറ്റാണ്ടിലെ മഹാപ്രളയം നാടിനെ തകർത്തടിക്കുന്നു. ഇങ്ങനെ തകർന്നു പോയല്ലോ എന്ന് നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാം വേദനിക്കുന്നു. നമ്മൾ സഹായം പ്രതീക്ഷിച്ചു, പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് സഹായം തന്നില്ല. നമ്മെ സഹായിക്കാൻ ചില ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നു. ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു. ആ കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം കൊടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഗുജറാത്തിൽ വലിയൊരു ദുരന്തം നേരിടേണ്ടി വന്നത്. ആ ദുരന്തത്തെ അതിജീവിക്കാൻ രാജ്യവും രാജ്യത്തിന് പുറത്തു നിന്നും ഗുജറാത്തിന് സഹായമെത്തി. ആ സഹായങ്ങൾ സ്വീകരിച്ച് നാടിനെ പുനർനിർമ്മിക്കാൻ നേതൃത്വം കൊടുത്തയാളാണ് അന്നത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന നരേന്ദ്രമോദി. അദ്ദേഹം പ്രധാനമന്ത്രിയായി വന്നിരുന്നപ്പോൾ അതുപോലൊരു ദുരന്തം നേരിടേണ്ടി വന്ന നമ്മുടെ നാടിനോട് സഹായമില്ല, ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന നിലപാട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സ്വീകരിക്കുന്നു. ഇതും നമുക്ക് അനുഭവിക്കേണ്ടി വന്നു. ഒരു നാട്ടിനും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്തൊരു കാര്യമാണിത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളും എടുത്തു നോക്കിക്കോ, എല്ലാ സംസ്ഥാനങ്ങൾക്കും ദുരന്തമുഖത്ത് സഹായം നൽകിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. നമ്മോട് മാത്രം പ്രത്യേക വിവേചനം. അത് കേരളം എന്ന നാടിനോട്, കേരളീയർ എന്ന ജനവിഭാഗത്തോട് BJPക്കുള്ള വിപ്രതിപത്തിയുടെ ഭാഗമാണ്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം, അതിനോട് ചേർന്ന് നിൽക്കാൻ ഇവിടെ ചിലർ തയ്യാറായി. നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി, UDF ആകെ
ആ ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം ചാരി നിൽക്കുന്ന കാഴ്ച നാം കണ്ടു. അവരന്ന് ചെയ്തത് കേരളത്തെ കുറ്റപ്പെടുത്താൻ കഴിയുമോ എന്ന് നോക്കലാണ്. അതെവിടം വരെ എത്തി? നമുക്ക് നാട്ടിൽ ചെലവിടാൻ പണം വേണമായിരുന്നു, ആവശ്യത്തിന് പണമില്ല. അപ്പോൾ സർക്കാർ ഒരഭ്യർത്ഥന സർക്കാർ ജീവനക്കാരുടെ മുന്നിൽ വെച്ചു. പല വഴികൾ സ്വീകരിച്ചതിലൊന്ന്, അവരോട് പറഞ്ഞു, നിങ്ങളുടെ ശമ്പളത്തിൽ ഏതാനും ദിവസത്തെ ശമ്പളം വായ്പയായി സർക്കാരിന് നൽകണം. ശമ്പളം കൃത്യമായി കൊടുക്കുന്നുണ്ട്. ജീവനക്കാർ അത് നല്ല മനസ്സോടെ സ്വീകരിച്ചു. നല്ല പ്രതികരണമുണ്ടായി. അപ്പോഴാണ് പ്രതിപക്ഷത്തിൻ്റെ UDF-ന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം, കൊടുക്കാൻ പാടില്ല, ആ പദ്ധതി എതിർത്തു, അതിനെതിരെ കോടതിയിൽ പോയി. എന്താണ് ആ മനോഭാവം കാണിക്കുന്നത്? നമ്മുടെ നാട് അർഹതപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്ന് കാണുമ്പോൾ കേരളത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയാൻ കേരളത്തിൻ്റെ ഭാഗമായ അവർ തയ്യാറാകേണ്ടതല്ലേ? അന്ന് പാർലമെന്റ് മെമ്പർമാരായ ഏതെങ്കിലും ആള് UDF-ന്റെ ഭാഗത്തു നിന്ന് പാർലമെന്റിനകത്ത് അത്തരമൊരു ശബ്ദമുയർത്തിയോ? ഇതെല്ലാം നമുക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യമാണ്. ഒരേ മനോഭാവം, അത് രക്ഷപ്പെടരുത്, തകരട്ടെ, നശിക്കട്ടെ, നാട് പിറകോട്ട് പോകട്ടെ, ഈ മനോഭാവം. എന്നാൽ നമ്മളാ ഘട്ടത്തിൽ തലക്ക് കയ്യും കൊടുത്ത് നിസ്സഹായരായി കരഞ്ഞിരിക്കുകയല്ല ചെയ്തത്. ഒരു നാടെന്ന നിലക്ക് നമുക്ക് മുന്നോട്ട് പോയേ മതിയാകുമായിരുന്നുള്ളൂ. നമുക്ക് അതിജീവിക്കണമായിരുന്നു. അതിൻ്റെതായ എല്ലാ ശ്രമങ്ങളും നാം നടത്തി. അതിനുശേഷം രാജ്യവും ലോകവും ഈ കേരളത്തെ അത്ഭുതാദരങ്ങളോടെയാണ് നോക്കിക്കണ്ടത്. എങ്ങനെ ഇത്ര നല്ല രീതിയിൽ ഈ നാടിനെ ഇതിനെയെല്ലാം അതിജീവിക്കാനായി എന്നാണ് അവർ ചിന്തിക്കുന്നത്. ആ അതിജീവനത്തിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ, നമ്മുടെ നാടും ജനങ്ങളും കാണിച്ച ഐക്യവും ഒരുമയും. അതിനു മുന്നിൽ അസാധ്യം എന്നൊരു പദമില്ല. ഏത് അസാധ്യമായ കാര്യങ്ങളും സാധ്യമാക്കാനാകും എന്നതാണ് നാം അതിലൂടെ തെളിയിച്ചത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വിവിധ മേഖലകളിൽ വന്നിട്ടുണ്ടെങ്കിലും വലിയ തോതിലുള്ള അപവാദ പ്രചരണം, വ്യാജ പ്രചരണം നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട് വലിയ തോതിൽ കടക്കണിയിലായി എന്ന പ്രചരണം യഥാർത്ഥത്തിൽ വസ്തുതാപരമല്ലാത്ത പ്രചരണമാണത്. നാം കാണേണ്ടത് നമ്മുടെ നാടിൻ്റെ വായ്പയും വരുമാനവും തമ്മിലുള്ള അനുപാതം, അത് വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്നതല്ല സ്ഥിതി. വലിയ കുറവ് ആ കാര്യത്തിലുണ്ടായിരിക്കുന്നു. ഇനിയും ഇപ്പോൾ ഉണ്ടായ കുറവ് മാത്രമല്ല, ഇനിയും കുറയും. നേരത്തെ 38% 2020-21, 23-24 34%. ഇനിയും കുറയാനാണ് പോകുന്നത്. ഇത് കഴിയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം നമുക്ക് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം നല്ലതുപോലെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ്
ഇത്തരമൊരവസ്ഥ നേടിയെടുക്കാൻ കഴിയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങൾ വീടെന്ന സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോകുമ്പോഴാണ് LDF അവർക്കെല്ലാം വീട് നൽകുന്നൊരു പദ്ധതി വേണമെന്ന് കണക്കാക്കിയത്. ലൈഫ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. 5 ലക്ഷം വീടിനാണ് ലക്ഷ്യമിട്ടത്. ഇപ്പോൾ 4 ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയായി ആളുകൾ താമസിക്കുന്നു ആ കുടുംബങ്ങളിൽ. ബാക്കിയുള്ള വീടുകളും അടുത്ത മാസങ്ങളിൽ പൂർത്തിയാകുമെന്നതാണ് നില. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത് ആഗ്രഹിക്കുന്ന കൃഷിക്കാരും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നവരും വലിയ തോതിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് പട്ടയം ലഭിക്കണമെന്നുള്ളത്. ഒരുപാട് ആളുകൾ പട്ടയം ലഭിക്കേണ്ട ലിസ്റ്റിലുണ്ട്. വലിയൊരു മിഷൻ മോഡിലുള്ള പ്രവർത്തനമാണ് സർക്കാർ ഏറ്റെടുത്തത്. പ്രത്യേകമായ നീക്കങ്ങൾ റവന്യൂ വകുപ്പ് നടത്തി. ഈ 9 വർഷം കൊണ്ട് നാം 4 ലക്ഷത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ഈ അടുത്തൊരു വർഷം 1 ലക്ഷം പട്ടയം കൂടി വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് നാം നിൽക്കുന്നത്. നല്ല മാറ്റം ഈ രംഗത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കേരളം ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞൊരു സംസ്ഥാനമാണ്. അതിന് ഇടയാക്കിയത് നമ്മുടെ സംസ്ഥാനത്തെ പൊതുജന രംഗം ശക്തിപ്പെടുത്തിയതാണ്. നല്ല മാറ്റം അതിൻ്റെ ഭാഗമായി പൊതുവെ ഉണ്ടായിരിക്കുന്നു. കേരളത്തിൽ അതിദരിദ്ര കുടുംബങ്ങൾ നാം ഒരു ലക്ഷ്യം നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത നവംബർ 1 ഇന്ത്യ രാജ്യത്ത് അതിദരിദ്രർ ഇല്ലാത്തൊരു സംസ്ഥാനം എന്ന പ്രഖ്യാപനം കേരളത്തെക്കുറിച്ച് നടത്താൻ പോവുകയാണ്. ഈ കേരളം അതിദരിദ്രമായ ഒരു കുടുംബവും ഇല്ലാത്ത നിലയിലേക്ക് മാറാനാണ് പോകുന്നത്. നമ്മുടെ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ, നമ്മുടെ പദ്ധതികളെല്ലാം അവതാളത്തിലായിരിക്കുന്നു, ഒന്നും പൂർത്തിയാക്കാനാകുന്നില്ല, വലിയ പിറകോട്ടടിയാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ്. അതിൻ്റെ ഭാഗമായുള്ള ഒരു കണക്ക് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ വാർഷിക പദ്ധതി അടങ്കൽ 30,370 കോടി രൂപയായിരുന്നു. ഈ പ്രചരണത്തിൻ്റെ തോത് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പദ്ധതി ചെലവ് ഒരു 15,000 കോടിയിൽ താഴെയൊക്കെയാണ് എന്നാണ് കണക്കാക്കാൻ പറ്റുക. എന്നാൽ 30,000 കോടിയിൽ നാം ചെലവിട്ട് എത്രയാണെന്നറിയോ? 29,224 കോടി 23 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 96.23%. എവിടെയാണ് പദ്ധതി തകർച്ച? കൃത്യമായ ചെലവ് നിർവഹണം നടക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുക. ഇത് തന്നെ മറ്റൊരു ഭാഗത്ത് പരിശോധിച്ചാൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വലിയ തോതിൽ അധികാരവും പണവും ലഭിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത്. ആ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വാർഷിക പദ്ധതിയിൽ 2024-25 നാം വകയിരുത്തിയത് 8,532 കോടി രൂപയായിരുന്നു. ആ 8,532 കോടിയിൽ 8,531 കോടിയായിപ്പോയില്ല ചെലവിട്ടത്. ചെലവിട്ടത് എത്രയാണെന്നറിയോ? 9,452 കോടി 72 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 110.79% കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെലവഴിച്ചു. എവിടെ തകർച്ച? എവിടെ സാമ്പത്തിക പാപ്പരത്വം? ഇതാണ് നാടിൻ്റെ യഥാർത്ഥ നില. നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം നല്ലതുപോലെ വർദ്ധിച്ചതുകൊണ്ടാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രതിശീർഷ വരുമാനം നല്ല നിലയിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞുവെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുകയാണ്. നമ്മുടെ
കേരളത്തിൻ്റെ വ്യാവസായിക രംഗം. കേരളത്തിലെ വ്യവസായ മേഖല വലിയ തോതിൽ പച്ചപിടിക്കില്ല എന്ന അഭിപ്രായമായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അതിനെങ്ങനെ മാറ്റം വരുത്താൻ കഴിയും എന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അതിൻ്റെ ഭാഗമായി വ്യവസായ രംഗവുമായി ബന്ധപ്പെട്ട വിവിധ വിഭാഗങ്ങളെ ആകെ വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു, അവരുടെ നിർദ്ദേശങ്ങൾ കേട്ടു. അതിൻ്റെ ഭാഗമായുള്ള നടപടികളിലേക്ക് കടന്നു. അതിലൊന്ന് നിയമങ്ങൾ ഭേദഗതി ചെയ്യണമെന്നുള്ളതായിരുന്നു. ചട്ടങ്ങളിൽ ഭേദഗതി ആവശ്യമുണ്ടായിരുന്നു. ആവശ്യമായ ഭേദഗതികളെല്ലാം വരുത്തി. അതോടൊപ്പം കേരളത്തിൻ്റെ പൊതുമാനസിക ഘടനയിൽ മാറ്റം വേണ്ടതുണ്ടായിരുന്നു. ആ മാറ്റവും കൊണ്ടുവരുന്നതിനുള്ള ബോധവൽക്കരണ നടപടികളിലേക്ക് കടന്നു. വിവിധ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കപ്പെട്ടു. ക്രമേണ മാറ്റം വരവ് തുടങ്ങി. അങ്ങനെ നാം വ്യവസായ നിക്ഷേപ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ, വ്യവസായ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം എന്ന നിലയിൽ കേരളം എത്തി നിൽക്കുന്നു. ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു നേട്ടമാണ് എന്നത് പ്രത്യേകമായി പറയേണ്ടതില്ല. ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ നടപ്പാക്കിയ സംരംഭക പദ്ധതി രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് ഇന്ത്യ ഗവൺമെൻറ് തന്നെ വിലയിരുത്തിയത്. നാം കൊച്ചിയിൽ നടത്തിയ നിക്ഷേപ സംഗമം 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് ആ പത്രിക ഒപ്പിട്ടുകൊണ്ട് വിവിധ പ്രധാന കമ്പനികളും സ്ഥാപനങ്ങളും നമുക്ക് നൽകിയത്. അവ കടലാസിൽ കിടക്കുകയല്ല, അവ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിന് പ്രത്യേകമായ സംവിധാനങ്ങൾ ഒരുക്കി നാം മുന്നോട്ട് പോവുകയാണ്. വലിയ തോതിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള ഭരണ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ഒട്ടേറെ നീക്കങ്ങൾ, പല കാര്യങ്ങളും ഓൺലൈനാക്കൽ, ഓഫീസിൽ പോകാതെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന അവസ്ഥ, ഭരണത്തിൻ്റെ ശരിയായ സ്വാദ് ജനങ്ങളിലെത്തുന്നതിന് ഉതകുന്ന സമീപനം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് മാറ്റമുണ്ടായി എന്ന് നേരത്തെ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതി എന്താ? 2016 ഞങ്ങൾ ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാനികളെ വിളിക്കുകയുണ്ടായി. അന്ന് രാജ്യത്തിൻ്റെ പ്രധാന പട്ടികയിൽ നമ്മളില്ല, നമ്മുടെ സ്ഥാപനങ്ങളില്ല. എണ്ണപ്പെടുന്ന ആദ്യത്തെ നിരയിലൊന്നും നമ്മളെ കാണാനില്ല. അതിൽ മാറ്റം വരണമെന്ന് ഗവൺമെൻറ് കണ്ടു. ആ ഘട്ടത്തിൽ നാം പ്രധാനമായും ഊന്നുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്താനായിരുന്നു. തുടർഭരണം ലഭിച്ചപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകമായി കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ആദ്യമേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് യൂണിവേഴ്സിറ്റികൾ അവരുടേതായ തലത്തിൽ കടന്നിരുന്നു. 2021 സർക്കാർ ആവശ്യമായ രീതിയിൽ ഇടപെടലുകൾ നടത്തി. ഇപ്പോൾ കാണാൻ കഴിയുന്ന മാറ്റം പ്രകടമാണ്. നമ്മുടെ രാജ്യത്തെ പൊതു യൂണിവേഴ്സിറ്റികളിൽ ആദ്യത്തെ 12-ൽ 3 കേരളത്തിൻ്റേതാണ്. കേരള യൂണിവേഴ്സിറ്റി 9-ാം സ്ഥാനം, 10-ാം സ്ഥാനത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി, 11-ാം സ്ഥാനത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി, 43-ാം റാങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. രാജ്യത്തെ ആദ്യത്തെ 100 കോളേജ്, അതിൽ 16 കേരള സംസ്ഥാനത്തിൽ നിന്നുള്ളതാണ്. മാറ്റമാണിതൊക്കെ. വലിയ തോതിലുള്ള മാറ്റം നമ്മുടെ സംസ്ഥാനത്ത് വരുന്നു എന്നതാണ് നാം കാണേണ്ടത്. കേരളത്തിൻ്റെ വ്യാവസായിക രംഗത്തെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. കെൽട്രോൺ 1000 കോടി വിറ്റുവരവുള്ള അഭിമാനകരമായ നേട്ടത്തിൽ എത്തി നിൽക്കുകയാണ് എന്നത്
നാം പ്രത്യേകമായി കാണേണ്ടതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണത്. നല്ല ഗുണപരമായ വൈദ്യുതി എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് അതിൻ്റെ വിതരണ ശൃംഖലയാകെ ശക്തിപ്പെടുത്താനാണ് ട്രാൻസ്ഗ്രിഡ് പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത്. നല്ല രീതിയിൽ വൈദ്യുതി മേഖല ശക്തിപ്പെട്ടു വരുന്നു എന്നത് കാണാൻ നമുക്ക് കഴിയും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഓരോ മേഖലയും കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് നാം സ്വീകരിച്ചു പോകുന്നത്. കെ-ഫോൺ നല്ല രീതിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കുള്ള ഡിജിറ്റൽ ഉപഭോഗമാണ് സാധ്യമാക്കുന്നത്. കേരളത്തിൽ IT രംഗം വലിയ കുതിപ്പിലാണിപ്പോൾ. IT വളരെ നേരത്തെ നമ്മൾ തുടങ്ങിയതാണ്. നമ്മുടെ ടെക്നോ പാർക്ക് രാജ്യത്തെ ആദ്യത്തെ പാർക്കാണ്. പക്ഷേ ഇടയ്ക്ക് നമുക്കെന്തോ ഒരു സ്തംഭനാവസ്ഥ വന്നു. 2016 അവസ്ഥയല്ല ഇപ്പോൾ. നല്ല പുരോഗതി. സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു, ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു, വലിയ വർധനവ്. ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന തുക വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. ഇനിയും വലിയ തോതിൽ വർധനവാണ് IT മേഖലയിൽ നാം ലക്ഷ്യമിടുന്നത്. നാം അടുത്ത കാലത്താണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൻ്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നായി ആ പോർട്ട് മാറുമെന്നാണ് നാം കാണേണ്ടത്. ആ പോർട്ട് സംസ്ഥാനത്തിലെ വലിയ പോർട്ട് എന്ന നിലയല്ല, രാജ്യത്തിലെ ഏറ്റവും വലിയ പോർട്ടാണ്. ലോകത്തിലെ അപൂർവം വലിയ പോർട്ടുകളിൽ ഒന്നാണ്. ആ പോർട്ട് യാഥാർത്ഥ്യമായത് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടും പങ്കാളിത്തം കൊണ്ടുമാണ് എന്ന് നാം കാണണം. ഇവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നാൽ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കരാറുമായി ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ വ്യത്യാസം പരസ്യമായി പ്രകടിപ്പിച്ചതാണ് നേരത്തെ LDF. ആ അഭിപ്രായം ശരിയായിരുന്നു. ശരിയായ വസ്തുതയാണ് LDF ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ LDFും സർക്കാരും ആലോചിച്ചു, നമ്മൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം ശരിയാണ്, അതിൻ്റെ ഭാഗമായി ഈ ഒപ്പിട്ട കരാറനുസരിച്ച് പദ്ധതി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടെടുത്താൽ ദശാബ്ദങ്ങളായി ഈ പദ്ധതി മുടങ്ങിപ്പോകും. ഈ പദ്ധതി കേരളത്തിന് ഒഴിച്ചുകൂടാത്ത പദ്ധതിയാണ്. കേരളത്തിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനമാണ്. നമുക്ക് നേരത്തെയുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഇത് ഇപ്പോൾ നടപ്പാക്കലാണ് വേണ്ടത്. അങ്ങനെയാണ് LDF സർക്കാർ ആ പദ്ധതി നടപ്പാക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് കടന്നത്. എന്താ അവസ്ഥ? ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ചെലവ് 8,867 കോടി രൂപയാണ്. ആ 8,867 കോടി രൂപയിൽ നമ്മുടെ സംസ്ഥാനം ചെലവിട്ടത് 5,595 കോടി രൂപയാണ്. 8,867-ൽ 5,595 കോടി രൂപ ആരുടേത്? സംസ്ഥാനത്തിൻ്റേത്. അദാനി പോർട്ട് എന്നാണല്ലോ അതിനെ പറയുന്നത്. അദാനി ഇതേവരെ ചെലവിട്ടത് 2,454 കോടി മാത്രം. അതിൻ്റെ എത്രയോ മടങ്ങാണ് കേരളം ചെലവിട്ടത്. ഇതിലേറ്റവും രസാവഹമായ സംഗതി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചതാണ്. ഒരു VGF അവരനുവദിക്കണം. അതൊരു ഗ്രാൻഡായിട്ടാണ് ഇതേവരെ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി 817 കോടി രൂപ. പക്ഷേ അത് പൂർണ്ണമായും പലിശ സഹിതം വലിയ തുകയായി തിരിച്ചടക്കേണ്ടതാണ് എന്ന വ്യവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ് വെച്ചത്. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ നിർഭാഗ്യകരമായ ചില സമീപനങ്ങൾ നാം കണ്ടു.
കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പദ്ധതി യാഥാർത്ഥ്യമാകരുത് എന്ന തരത്തിലുള്ള ഇടപെടൽ. പക്ഷേ പദ്ധതികളുടെ കാര്യത്തിൽ, അവ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം നാടിൻ്റെ പുരോഗതി കണക്കാക്കി സ്വീകരിക്കുന്ന സർക്കാരിന് ആ എതിർപ്പുകൾ വലിയ പ്രശ്നമായി കാണേണ്ടി വന്നില്ല. നല്ല രീതിയിൽ തന്നെ അതിലിടപെടുകയും ആ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന വികസനം വൻതോതിലുള്ളതാണ്. നമ്മുടെ ഔട്ടർ റിംഗ് റോഡും അവിടെയുള്ള റെയിൽവേ ലൈനുമെല്ലാം യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ തന്നെ, സാധാരണ അതൊരു ശൈലിയിൽ പറയുന്നതാണ്, പക്ഷേ ഇവിടെ അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. വൻ മാറ്റം ഈ തലസ്ഥാന നഗരിക്ക് സംഭവിക്കാൻ പോകുന്നു. ഇവിടെ അടുത്ത പ്രദേശങ്ങളിലെല്ലാം വലിയ മാറ്റം, അതിനനുസരിച്ചുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾ എല്ലാം വരാൻ പോവുകയാണ്. നമ്മുടെ നാട് നല്ല രീതിയിൽ പുരോഗതി പ്രാപിക്കുന്നുവെന്നാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. ഇതാണ് നാടിൻ്റെ പൊതുവായ ചിത്രം. ഇത് ഇവിടെ നിൽക്കുകയല്ല, ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. നാം നേരത്തെ പറഞ്ഞിരുന്നത് സർവതലസ്പർശിയായ വികസനം, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ വികസനം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രദേശവും വികസനത്തിൻ്റെ സ്പർശമേൽക്കണം. എല്ലാ മനുഷ്യനും വികസനത്തിൻ്റെ സ്വാദനുഭവിക്കണം. നാം ഒന്നുകൂടി കടത്തി പറയുന്നു, അതാണ് നവകേരളം. അത് ലോകത്തെ വികസിത രാഷ്ട്രങ്ങളിൽ, മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് കേരളത്തിൻ്റെ ആകെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ്. നാം അതിലേക്കാണ് പടിപടിയായി മുന്നോട്ട് പോകുന്നത്. ഇത് ഏതെങ്കിലും കാലത്തുണ്ടാകേണ്ട ഒരു സങ്കല്പമായിട്ടല്ല, ഈ വർത്തമാനകാലത്ത് യാഥാർത്ഥ്യമാക്കേണ്ട ഒന്നായിട്ടാണ് നാം കാണുന്നത്. ആ കാര്യത്തിൽ എല്ലാവരും പിന്തുണ നൽകിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടും എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ഇനി സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് പൊതുജനങ്ങൾക്കായി നടത്തിയ മിഴവ് 2025 ഷോർട്ട് വീഡിയോ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണമാണ്. സമ്മാനദാനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാദരം ക്ഷണിക്കുകയാണ്. ട്രോഫി, സർട്ടിഫിക്കറ്റ്, ക്യാഷ് അവാർഡ് എന്നിവ അടങ്ങുന്നതാണ് പുരസ്കാരം. 1ാം സമ്മാനം നേടിയ ദി ഡ്രോയിങ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ പാലക്കാട് സ്വദേശി ശ്രീ വി ആദർശിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 1.5 ലക്ഷം രൂപയാണ് അവാർഡ് തുക. രണ്ടാം സമ്മാനം നേടിയ ആരോഗ്യ കേരളം എന്ന ചിത്രം തയ്യാറാക്കിയ തൃശൂർ സ്വദേശി ഫൈസൽ മുഹമ്മദിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. 1 ലക്ഷം രൂപയാണ് അവാർഡ് തുക. അടുത്തതായി 3ാം സമ്മാനം നേടിയ കൊച്ചമ്മണിയുടെ കാഴ്ചകൾ എന്ന ചിത്രം ഒരുക്കിയ ചെങ്ങന്നൂർ സ്വദേശി വിനീത് വിജയനെ ക്ഷണിക്കുകയാണ്. 50,000 രൂപയാണ് 3ാം സമ്മാനത്തിന്റെ അവാർഡ് തുക. വേദിയിൽ മന്ത്രിമാരായ സർവശ്രീ റോഷി അഗസ്റ്റിൻ, കെ കൃഷ്ണൻകുട്ടി, എ കെ ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, വി ശിവൻകുട്ടി, ജി ആർ അനിൽ, കെ എൻ ബാലഗോപാൽ, ഡോക്ടർ ആർ ബിന്ദു, ശ്രീ പി എം മുഹമ്മദ് റിയാസ്, ശ്രീ പി രാജീവ്, ശ്രീ വി എൻ വാസവൻ, ശ്രീ സജി ചെറിയാൻ, ശ്രീമതി വീണ ജോർജ് എന്നിവരും MLA-മാരും മറ്റു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സാന്നിധ്യം കൊണ്ട് ആശംസ അറിയിച്ചിരിക്കുകയാണ്. ഇനി കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സെക്രട്ടറി
ശ്രീ എസ് ഹരികിഷോർ IAS-നെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷം 2025 ഏപ്രിൽ 21 കാസർഗോഡ് ആരംഭിച്ച് ഇന്ന് 2025 മെയ് 23 തിരുവനന്തപുരത്ത് സമാപനം കുറിക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവர்களോടുള്ള നന്ദി എല്ലാവരുടെയും പേരിൽ അറിയിക്കുകയാണ്. ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യുകയും ചെയ്തത് കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവர்களാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അദ്ദേഹത്തെ അറിയിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയനായ മന്ത്രിമാരായ ശ്രീ റോഷി അഗസ്റ്റിൻ, ശ്രീ കെ കൃഷ്ണൻകുറുട്ടി, ശ്രീ AK ശശീന്ദ്രൻ, ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി, ശ്രീ V ശിവൻകുട്ടി എന്നിവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മന്ത്രിമാരായ ശ്രീ KN ബാലഗോപാൽ, ഡോക്ടർ R ബിന്ദു, ശ്രീമതി J ചിഞ്ചുറാണി, ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ P രാജീവ്, ശ്രീ സജി ചെറിയാൻ, ശ്രീ VN വാസവൻ, ശ്രീമതി വീണ ജോർജ് എന്നിവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഇവിടെ ജനപ്രതിനിധികളായ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ, നിയമസഭാംഗങ്ങൾ, MP-മാർ, MLA-മാർ, ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളോടും, ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരോടും, ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരോടും മാധ്യമപ്രവർത്തകരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. യോഗ നടപടികൾ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.